വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം. വന്യജീവി പ്രതിരോധ നടപടികൾ നിരീക്ഷിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രിമാർ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ജില്ലയിൽ എത്താത്തതിൽ പ്രതിഷേധിച്ച് UDF മന്ത്രിമാരുടെ പരിപാടികൾ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാരായ കെ രാജനും AK ശശീന്ദ്രനും MB രാജേഷും വയനാട് ജില്ലയിലെത്തിയത്. ആദ്യം സർവകക്ഷി യോഗത്തിലും പിന്നീട് ജനപ്രതിനിധികളുടെ യോഗത്തിലും മന്ത്രിമാർ പങ്കെടുത്തു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ മിക്ക നിർദ്ദേശങ്ങളും സർക്കാർ അംഗീകരിച്ചതായി മന്ത്രിമാർ അറിയിച്ചു. ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെയാണ് ഈ കാര്യത്തൊക്കെ കണ്ടിട്ടുള്ളത്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കക്ഷി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ കുടുങ്ങരുത് എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രി വയനാട്ടിലെത്താത്തതിൽ പ്രതിഷേധിച്ച് UDF യോഗങ്ങൾ ബഹിഷ്കരിച്ചു. വനമന്ത്രിയുമായി സഹകരിക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രതിപക്ഷ MLA മാർ വ്യക്തമാക്കി. വരേണ്ടത് മന്ത്രിതല സംഘമല്ല, വരേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വേദനകൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കണം. ഈ ജില്ലയുടെ ചാർജുള്ള വനവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ, ഇവരുടെ വിഷയാവതരണം കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് കേരള നിയമസഭയിൽ പറഞ്ഞ വനവകുപ്പ് മന്ത്രി. ആ വനവകുപ്പ് മന്ത്രിയുടെ കീഴിലിരുന്ന് ഇന്ന് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ഉച്ചയ്ക്ക് ശേഷം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകളിലും മന്ത്രിസംഘം എത്തി. പാക്കത്തെ പോളിന്റെ വീട്ടിലായിരുന്നു ആദ്യ സന്ദർശനം. പടമലയിൽ അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ ബേലൂർ മഗ്നയെ ഇതുവരെ പിടികൂടാത്തതിലുള്ള പരിഭവം വീട്ടുകാർ മന്ത്രിമാരോട് പങ്കുവച്ചു. സുൽത്താൻ ബത്തേരിയിൽ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാതൃഭൂമി ന്യൂസ്, വയനാട്.